ഇപ്പം വണക്കം വിജയ് സാർ. തമിഴ്നാട്ടിലെ വിജയ് സാർ അങ്ങനെ വിജയണ്ണൻ അങ്ങനെ തമിഴ്നാട് മുഖ്യമന്ത്രി ആയി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. ഭരണം നല്ല രീതിയിൽ പോകട്ടെ. അദ്ദേഹം നന്ദി പറഞ്ഞതിൽ കുട്ടികൾക്കും നന്ദി പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കുട്ടികളും അദ്ദേഹത്തിൻ്റെ വിജയത്തിൽ വലിയൊരു ഘടകം ആയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ ഒരു തമിഴ് ഫാമിലിയായിട്ട് സംസാരിച്ചപ്പോൾ അവിടുത്തെ അമ്മമാർ പറഞ്ഞ് ഞങ്ങളുടെ കുളന്തകൾ ഞങ്ങളോട് പറഞ്ഞു, അമ്മ ഈ പ്രാവശ്യം വിജയണ്ണന് വോട്ട് ചെയ്യമ്മ, അമ്മ വോട്ട് ചെയ്യമ്മ, വിജയണ്ണന് വോട്ട് ചെയ്യമ്മ എന്ന് പറഞ്ഞെന്ന്. അപ്പോൾ അതൊക്കെ അവർ കേട്ടിട്ടുണ്ട്. അതാണ് അദ്ദേഹം കുട്ടികൾക്കും നന്ദി പറഞ്ഞത്. എന്തായാലും ഭരണം നല്ല രീതിയിൽ പോകട്ടെ. 1-2 ദിവസത്തെ കലുഷിതമായ അന്തരീക്ഷത്തിന് സമാപ്തി കുറിച്ചുകൊണ്ടാണ് വീണ്ടും അദ്ദേഹം അധികാരത്തിലേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും തമിഴ് നടൻ പ്രകാശ് രാജ, അദ്ദേഹം മലയാളത്തിലൊക്കെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു നടനാണ് പ്രകാശ് രാജ. അദ്ദേഹം പറഞ്ഞത് ഇന്നും തമിഴ് രാഷ്ട്രീയം സിനിമ താരപ്രഭയിൽ മുങ്ങി നിൽക്കുകയാണെന്ന്. കാരണം MGRൻ്റെ കാലം മുതൽ ഇങ്ങോട്ട് അതിൽ നിന്നൊരു മാറ്റം വന്നിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. രാഷ്ട്രീയ പ്രബുദ്ധത ഇനി എന്ന് ഇവർ നേടും എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അത് കറക്റ്റ് കാര്യമാണ്. പിന്നെ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു, അതിനോട് എനിക്ക് യോജിപ്പില്ല. അദ്ദേഹം പറഞ്ഞു വിജയുടെ കാർ ഡ്രൈവറുടെ മകനെ ഈ MLA ആയിട്ട് നിർത്തി മത്സരിച്ച് ജയിച്ചെന്ന്. അതൊക്കെ അതിൻ്റെ കാര്യമുണ്ടോ എന്നൊക്കെ അദ്ദേഹം ചോദിച്ചത്. അത് അദ്ദേഹത്തിൻ്റെ ആ ന്യായഗതിയോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. കാരണം ചിലപ്പോൾ കുപ്പയിലെ മാണിക്യമായിരിക്കും അദ്ദേഹം, ആ കാർ ഡ്രൈവറുടെ മകൻ. അപ്പം അങ്ങനെ എന്തായാലും അവിടെ തമിഴ്നാട് എന്തായാലും ശാന്തമായിരിക്കുകയാണ്. ഇനി നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് നോക്കാം. ഇതുവരെയും മുഖ്യമന്ത്രി ആരാണെന്ന് കൺഫ്യൂഷനില്ല. ഇപ്പോൾ തെരുവിൽ ഫ്ലെക്സ് യുദ്ധമാണ് നടക്കുന്നത്. ഫ്ലെക്സ് യുദ്ധം, പിന്നെ ജാഥകൾ, ബഹളങ്ങൾ, അങ്ങനെയൊക്കെ എന്തൊക്കെ ബഹളങ്ങളാണ് നടക്കുന്നത്. ജനം ഇപ്പോൾ അന്താളിച്ച് നിൽക്കുകയാണ് ഇനി എന്താണ് സംഭവിക്കുന്നത് എന്ന്. എന്തായാലും അതായത് എനിക്കിപ്പോൾ ഒരു സംശയമുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഒരു ഈ സജീവമായി കോൺഗ്രസ് പ്രവർത്തകനായി സജീവമായി രംഗത്തുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ തല കുനിച്ചിട്ട് പറയും, എന്തൊരു നാണക്കേടെന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പം എനിക്ക് തോന്നുന്ന ഇതിന് ശേഷം 5 വർഷം കഴിഞ്ഞ് പ്രളയം വല്ലതും, നമുക്ക് ശേഷം പ്രളയം എന്നൊരു വാചകമുണ്ടല്ലോ, ചിലപ്പോൾ ഇതിന് ശേഷം പ്രളയം വല്ലതും ഉണ്ടാവുമോ? അങ്ങനെ കേരളം മൊത്തം ഇല്ലാതാവുമോ? അതോ മറ്റ് എന്തെങ്കിലും ഭൂമി കുലുക്കോ എന്തെങ്കിലും ഉണ്ടായി കേരളം മൊത്തം നശിക്കുമോ എന്നൊരു ഭയമുണ്ട്. കാരണം ഇവരുടെയൊക്കെ ആ വെപ്രാളവും മുഖ്യമന്ത്രിയാകാനുള്ള ചാട്ടവും ബഹളവും കണ്ടപ്പോഴത്തേന് ഒരു സംശയം ചോദിക്കുകയാണ്. കാരണം എന്തായാലും എനിക്ക് ഹൈക്കമാൻഡിനോട് ഒരു അപേക്ഷയുണ്ട്. രാത്രി 12 മണിക്ക് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം നടത്തുന്നതായിരിക്കും ഏറ്റവും ഉചിതം. കാരണം വയലൻസ് ആൾക്കാർ ഇളകി നിൽക്കുകയാണെന്ന്, പ്രവർത്തകർ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്തായാലും ഒരു കാര്യം കൂടെ ഞാൻ ഇട്ട് തരികയാണ്. നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്, അത് നമ്മൾ ഓർക്കുക നമ്മളെങ്ങനെ നമ്മളായെന്ന്. എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നടക്കുന്നത് എന്താണെന്ന് പൊതുജനത്തിന് ഒരു വലിയ കൺഫ്യൂഷൻ നടക്കുകയാണ്. എന്തായാലും ഇനി നമ്മൾക്ക് കാത്തിരുന്ന് കാണാം. മറ്റ് വലിയ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകാതെ വണ്ണം സമാധാനപരമായിട്ട് കാര്യങ്ങൾ ശാന്തതയോടെ നിൽക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതേ പറയാനുള്ളൂ. ഈ കഴിഞ്ഞ ഒരു നേതാവ് പറഞ്ഞത് ജനാധിപത്യ ഒരു സംവിധാനത്തിലെയാണെന്ന്. ഇത് ഞങ്ങളുടെ പാർട്ടി ജനാധിപത്യം, ഇത് ജനാധിപത്യം അല്ലെന്ന്, ഇത് അച്ചടക്കമില്ലായ്മ എന്ന് പറയും. ഇതിൻ്റെ പേര് അച്ചടക്കമില്ലായ്മ. അപ്പം എന്തായാലും ഇനി നമ്മൾക്ക് ക്ഷമയോടെ കാത്തിരിക്കാം. എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കുക. അപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ലോക ജനത
മറ്റുള്ള സ്റ്റേറ്റുകാർ, നമ്മുടെ ഇതര സംസ്ഥാനക്കാരെല്ലാം കേരളത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുക. എന്താണ് സംഭവിക്കുന്നത്, ആരാണ്, ഏതാണ്, എങ്ങനെയാണ് എന്നൊക്കെയാണ് അവരുടെ കൺഫ്യൂഷൻ. എനിക്കും അങ്ങനെ തന്നെ. ഓക്കെ.